എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. ഇന്ന് മുതൽ ജൂലൈ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെയായിട്ട് അഡ്മിഷൻ ലഭിക്കാതെ ഏതൊരു വിദ്യാർത്ഥിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാത്തവർ, അതുപോലെ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും ഇതുവരെ അപേക്ഷിക്കാത്തവർ എന്നിവർക്കും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, ഇതുവരെയായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വേക്കൻസിക്ക് അനുസരിച്ച് വേണം വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാനായിട്ട്. വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതല്ല. അതിനാൽ തന്നെ വേക്കൻസി ഉള്ള സ്കൂൾ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഓൾറെഡി നേരത്തെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്തവർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെയായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്തവർ, അതുപോലെ SSLC പരീക്ഷ എഴുതി ജയിച്ചവർ, അതുപോലെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം നൽകാനായിട്ട്. നേരത്തെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവർ കാൻഡിഡേറ്റ് ലോഗിൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാതെ ലോഗിൻ ചെയ്ത് നിങ്ങൾ അപേക്ഷ പുതുക്കുകയാണ്, അത് റിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഴ്സ് വേക്കൻസി കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലെ സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു സ്കൂൾ കോഴ്സ് ഡീറ്റെയിൽസുകൾ ഇതേപോലെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകൾക്ക് ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഏതൊക്കെ കോഴ്സിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആദ്യമേ നോക്കി മനസ്സിലാക്കി ഒരു പേപ്പറിൽ സ്കൂളിൻ്റെ കോഡും സ്കൂളിൻ്റെ പേരും ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ ഓരോ ജില്ലയിലെയും സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വേക്കൻസി ഇതേപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കോഴ്സുകളിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം. വേക്കൻസി ഉണ്ടോ എന്ന് നോക്കി അത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ ഈ ഒരു പേജിലേക്ക് വീണ്ടും ബാക്ക് ബട്ടൺ അടിച്ച് വരിക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാം. കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലൈ നൗ എന്ന് കാണാം, താഴെ രജിസ്റ്റർ നൗ എന്നൊക്കെ കാണാം. അതുപോലെ തന്നെ വേക്കൻസി അറിയേണ്ടവർക്ക് വ്യൂ വേക്കൻസി എന്നുള്ള ലിങ്ക് ഈ ഒരു പേജിലും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്ലൈ നൗവിലോ രജിസ്റ്റർ നൗവിലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വന്ന ശേഷം പിന്നീട് ഇവിടെയുള്ള 2 ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇവിടെ നിങ്ങളുടെ പേര് ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരാണ് കൊടുക്കേണ്ടത്, അപ്ലിക്കൻ്റ് നെയിം, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് ഒരു തവണ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം കൺഫേം പാസ്വേഡിൽ ആ ഒരു പാസ്വേഡ് എന്താണോ മുകളിൽ കൊടുത്തത് സെയിം പാസ്വേഡ് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുതുതായിട്ട് വേണ്ട പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് സെഷൻ എന്താണോ അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാക്ക് ബട്ടൺ അടിക്കുക, അല്ലെങ്കിൽ നേരെ ഈ ഒരു vhscap.kerala.gov.in വെബ്സൈറ്റിൽ വരികയോ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അപേക്ഷിക്കുമ്പോൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത്, ഏതാണ് കൊടുത്തത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ എന്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് സെഷൻ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു, നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നു. ഇനി പ്രൊഫൈൽ പേജിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, അതായത് അപ്ലൈ നൗവോ അല്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ആ ഒരു പേജിലേക്ക് പോകാവുന്നതാണ്.
അപ്പോൾ ആ ഒരു പേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് ഹൗ ടു ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഈ ഒരു PDF-ൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നേരെ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഇനീഷ്യൽ സ്റ്റെപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഒരു 10ാം തരം പഠിച്ച സ്കൂൾ അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അതുപോലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ ഏത് വിഭാഗത്തിൽ പഠിച്ചവർക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാസ്റ്റ് കാറ്റഗറി എന്നിവ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നൽകണം. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ OBC എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക SLC സർട്ടിഫിക്കറ്റിലൊക്കെ. നിങ്ങളുടെ ചിലപ്പോൾ OBC ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ കാറ്റഗറി. കാരണം ഇതിൽ കാസ്റ്റ് കാറ്റഗറിയുടെ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കാസ്റ്റ് കാറ്റഗറി വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത സെക്കൻഡ് സപ്ലിമെൻറ്റും വരിക. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി തെറ്റിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതിനായിട്ട് നിങ്ങൾക്കിവിടെ ഈ ഒരു പേജിൽ അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു അനക്സ്റ്റർ 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ VHSK വെബ്സൈറ്റിൽ അനക്സ്റ്റർ 3 ലിസ്റ്റ് ഓഫ് റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോബ്ലം ഇല്ല. എന്നാൽ മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. കാരണം ജനറൽ വിഭാഗമാണെങ്കിൽ അത് ജനറൽ എന്ന് രേഖപ്പെടുത്തിയിടാം. അവർക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അവർക്ക് ജനറൽ വിഭാഗത്തിലേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ടി കുറച്ച് കൊടുത്തുള്ളത് കാസ്റ്റും കട്ടി കൂട്ടി കൊടുത്തുള്ളത് കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറി ഏതാണെന്ന് നോക്കുക. അതിൽ ഏത് കാസ്റ്റിലാണ് നിങ്ങൾ ഉൾപ്പെടുന്ന നോക്കുക. അപ്പോൾ അതിന് നേരെ കട്ടിക്കളറിൽ കൊടുത്തുള്ള ആ ഒരു കാസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള പേജിൽ അത് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു പേജിലേക്ക് വരാവുന്നു. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നു. നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ തന്നെ താലൂക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. കയ്യിലില്ലാത്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽസും അപേക്ഷയിൽ കൊടുക്കരുത്. അതുപോലെ ഒരു ഡീറ്റെയിൽസും തെറ്റായിട്ട് കൊടുക്കരുത്. എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കയ്യിലില്ലാത്ത ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ ടൈമിൽ അതൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കയ്യിലില്ലാത്ത ഡോക്യുമെൻറ്റ്സ് കൊടുക്കരുത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്നു. പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് 10ാം ക്ലാസ്സിൻ്റെ SLC, CBSE, ICSE ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഗ്രേഡ് ഡീറ്റെയിൽസോ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കൽ. അതുപോലെ തന്നെ പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുക്കൽ. അതായത് ഇവിടെ ഏത് ജില്ലയിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് കോഴ്സ് ഏതാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂൾ കോഴ്സ് വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നു. പിന്നീട് അതിങ്ങനെ ലിസ്റ്റഡ് ആയിട്ട് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള ആ ചുവന്ന ഒരു ഡിലീറ്റ് വേസ്റ്റ് വിൻ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് അത് വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ആവുന്നതാണ്. ഇങ്ങനെ വേണ്ടാത്ത ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. വേണ്ട ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിലനിർത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഒരു 10-20 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ് അതിന് മുൻഗണന നൽകിക്കൊണ്ട് അത് ആദ്യം ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കുറേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് സബ്മിറ്റ് ബട്ടൺ കാണാൻ പറ്റും. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നേരെ ഈ ഒരു പേജിലേക്കാണ് പോവുക. ഈ ഒരു പേജിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ CBSE വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാതെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് CBSE ആണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് ഏതെങ്കിലും റിസൾട്ട് വന്ന ഡേറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതായത് ഹാൾ ടിക്കറ്റുള്ള ആ ഒരു അഡ്മിഷൻ നമ്പറില്ല ഹാൾ ടിക്കറ്റ് നമ്പർ റോൾ നമ്പർ ഉണ്ടാകും. അപ്പോൾ ആ റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ അങ്ങനെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, A ഗ്രേഡ്, LSS, USS, NMMS, NTSC, ക്ലബ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തവർ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അവസാനം പിന്നീട് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പ്രിവ്യൂ പേജിലേക്കും പ്രിവ്യൂ പേജ് ഇതേപോലെ നിങ്ങൾ നൽകിയ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെ പെൻസിൽ ഐക്കൺ ഉണ്ടാകും. ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതും. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ അവസാനം ഇവിടെ ഒരു ചതുരത്തിലായിട്ട് ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത ശേഷം
എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പെൻസിലേക്കാണ് പോലെ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും ഡിക്ലറേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയ ശേഷം മാത്രമേ കൺഫേം ചെയ്യാവൂ. കാരണം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതിനാൽ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ തിരുത്തേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും SSLC സേ പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടിയവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2026 ജൂലൈ 12 മുതൽ 15 വരെ 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാവാത്തവർക്കും മുഖ്യഘട്ടത്തിൽ വീണ്ടും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനായിട്ട് സൗകര്യം ലഭ്യമാണ്. അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിൽ NSQF അധിഷ്ഠിതമായ 41 കോഴ്സിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറിയും അപേക്ഷയിൽ അതേപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈയവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തിൻ കത്തോലിക്ക, അതുപോലെ തന്നെ ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നീ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണ ആനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവ ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാക്കുന്നതിനായിട്ട് പ്രോസ്പെക്ടസിലെ അനക്സ്റ്റർ 3 എന്നുള്ളത് നോക്കുക, അതായത് അനുബന്ധം 3. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ നേരത്തെ അപേക്ഷ സമർപ്പിച്ച അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവരും അലോട്ട്മെൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാത്തവരും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയുടെ പ്രിൻ്റ് കയ്യിൽ സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്കായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷയെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.